എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു തൊടുകുറിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോയിട്ടുള്ളവരാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ അറിയാനായി 2 ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു തൊടുകുറിയാണിത്. മനസ്സിൽ ഒരു സങ്കടം വിചാരിച്ചുകൊണ്ട്, ഒരു വിഷമം നിങ്ങളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ സങ്കടം വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ചിത്രങ്ങളിലൊന്ന് തിരഞ്ഞെടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനായിട്ട്. ചിത്രം 1 മഹാദേവനെ, സാക്ഷാൽ ശിവഭഗവാന്റെ ചിത്രമാണ് ചിത്രം 1 കാണാൻ കഴിയുക. ചിത്രം 2 വിഷ്ണു ഭഗവാന്റെ ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ ഇപ്പോൾ തന്നെ തിരഞ്ഞെടുക്കുക. ഫലങ്ങൾ അറിയുന്നതിന് മുന്നേ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മടി കാണിക്കരുത്. അതുപോലെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി നമുക്ക് തൊടുകുറി ഫലങ്ങളിലേക്ക് പോകാം. ആദ്യം തന്നെ 1ാമത്തെ ചിത്രം, മഹാദേവൻ്റെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലമാണ് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളിലൂടെ കഴിഞ്ഞു പോയവരാണ് നിങ്ങൾ. ഇതിനോടകം തന്നെ ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അനുഭവിച്ചു കഴിഞ്ഞവരാണ് നിങ്ങൾ എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും മറ്റുള്ള വ്യക്തികളെ നിങ്ങൾ അന്ധമായി അമിതമായി വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ അമിതമായി മറ്റുള്ളവരെ വിശ്വസിച്ചതുകൊണ്ട് ചതിയോ വഞ്ചനയോ നിങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തമായി കരുതിയവരും അതുപോലെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളിൽ നിന്ന് വരെ നിങ്ങൾക്ക് പിന്നിലൂടെ ചതികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നവരല്ല എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ടെങ്കിലും ആ കഷ്ടപ്പാടുകൾ മറ്റുള്ളവരുടെ മുൻപിൽ തുറന്നു കാട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങളുടെ ബന്ധുക്കളോടായാലും സുഹൃത്തുക്കളോടായാൽ പോലും നിങ്ങളുടെ വിഷമങ്ങൾ അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങളിലൂടെ അറിയരുത് എന്നുള്ളൊരു ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു കാര്യവും വെട്ടിത്തുറന്ന് നിങ്ങൾ ആരോടും പറയാറില്ല. എത്ര കഷ്ടപ്പാടായാലും ഈ കഷ്ടപ്പാടുകൾക്കിടയിൽ മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടാൻ ഇഷ്ടപ്പെടാത്ത ഒരു അഭിമാന ബോധം നിങ്ങളിലുണ്ട്. അത് സുഹൃത്തുക്കളോടായാൽ പോലും സഹായം, ഒരു ചെറിയ സഹായമായിക്കോട്ടെ, അതുപോലും ചോദിക്കാൻ നിങ്ങൾ മടിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ കുടുംബത്തിന്, നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി എന്തു ചെയ്യാനും നിങ്ങൾ തയ്യാറാണ്. പക്ഷേ പലപ്പോഴും നിങ്ങളുടെ ഈ നല്ല മനസ്സ് മറ്റുള്ളവർ തിരിച്ചറിയാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപാട് നിങ്ങൾക്ക് എത്ര വേദന സഹിച്ചാലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് അതിയായുണ്ട്. അങ്ങനെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവർ തിരിച്ചറിയുന്നില്ലല്ലോ എന്നോർത്ത് നിങ്ങൾക്ക് ഒരുപാട് സങ്കടം മനസ്സിൽ ഉണ്ടാവാറുണ്ട്. ആരെയും നിങ്ങൾ ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ വലിയ സവിശേഷതയാണ്. ഇനി ഭാവിയിൽ നിങ്ങൾക്ക് നിലവിലുള്ള സങ്കടങ്ങളിൽ മാറി, സങ്കടങ്ങളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഉടൻ തന്നെ നിങ്ങൾക്ക് മോചനം ലഭിക്കാനുള്ള വഴിയാണ് കാണുന്നത്. വരും നാളുകളിൽ ജീവിതത്തിൽ വലിയ വിജയങ്ങളും ഉയർച്ചകളും നിങ്ങളെ തേടിയെത്തും. ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും ധനസമൃദ്ധിയും നൽകുമെന്നും ഇവിടെ കാണുന്നു. അതിനുവേണ്ടി നിങ്ങൾ ദിവസവും
ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കണം. അതുപോലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നത് ഫലങ്ങൾ ഇരട്ടിയാക്കാൻ സഹായിക്കും. ദിവസവും ശിവഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രമായിട്ടുള്ള ഓം നമഃശിവായ ജപിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുവാനും നിങ്ങളുടെ ഫലങ്ങൾ ഇരട്ടിയാവാനും സഹായിക്കും. ദൈവവിശ്വാസം എപ്പോഴും മുറുകെ പിടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തതായി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി വിഷ്ണു ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സുഖങ്ങളും അതുപോലെ തന്നെ ദുഃഖങ്ങളും ഒരേപോലെ അനുഭവിച്ചു വന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം സുഖവും ദുഃഖവും കലർന്ന ഒന്നാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വിഷമം മുൻപ് നടന്നതോ അല്ലെങ്കിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടതോ ആയ ഒന്നാണ് അല്ലേ? തീർച്ചയായും ആ വിഷമം നിങ്ങളെ പലപ്പോഴായി അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണിവിടെ കാണാൻ കഴിയുന്നത്. അത്തരം സങ്കടകരമായ സാഹചര്യത്തിൽ നിങ്ങൾ അനുകൂലമായ ഒരു മാറ്റം ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ്. വളരെ നാളായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കാനും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനും നിങ്ങൾക്ക് ഇനി മുതൽ സാധിക്കും. ജീവിതത്തിൽ സുഖവും അതുപോലെ തന്നെ അതിൻ്റെ ഇരട്ടിയായി ദുഃഖവും അനുഭവിച്ചു കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇനി മുതൽ ഭാഗ്യങ്ങൾ മാത്രമാണ് വരാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ആഹാരം ലഭിക്കാനും ഇഷ്ട സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാനുമുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യവും പല കാര്യങ്ങളിലും നിങ്ങളെ തുണക്കും. ലക്ഷ്മി ദേവി സമ്പത്ത് കൂടുതൽ വന്നു ചേരാൻ വേണ്ടി നിങ്ങളെ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ വളർച്ചയിൽ ശത്രുക്കളുടെ എണ്ണം കൂടാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങളുടെ വളർച്ച കാണുമ്പോൾ അവരുടെ മനസ്സാണ് പിടയുന്നത്. പക്ഷേ ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ ഫലങ്ങൾക്ക് ശക്തി കൂട്ടാൻ പരിഹാരമായി വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രങ്ങളിലോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാട് കഴിക്കുന്നത് ഉത്തമമാണ്. വിഷ്ണു മന്ത്രങ്ങളോ ലക്ഷ്മി മന്ത്രങ്ങളോ നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ്. അത് നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാക്കാൻ സഹായിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തൊടുകുറി വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മടിക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു വീഡിയോവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.